ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഒലിവറിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ മോങ്സ് എന്ന് പറയുന്ന ഒരാളായിട്ട് മിസ്സിസ് ബംബിൾ മീറ്റ് ചെയ്തു. അപ്പോൾ മിസ്സിസ് ബംബിൾ ഒലിവറിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട ആകെ ഉണ്ടായിരുന്ന ഒരു തെളിവ്, അതായത് ഒലിവറിൻ്റെ അമ്മ മരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ലോക്കറ്റ്, അത് മിസ്സിസ് ബംബിൾ മോങ്സിന് കൊടുത്തു. മോങ്സ് അത് പുഴയിലേക്ക് ഇട്ടു. അപ്പോൾ അവിടെയാണ് നമ്മൾ അവസാനിപ്പിച്ചത്. അങ്ങനെ ഇവർ പിരിഞ്ഞു പോയി. അപ്പോൾ ലാസ്റ്റിൽ പോകുന്ന സമയത്ത് മോങ്സ് മോങ്സ് ടേൺഡ് അഗെയിൻ ടു മിസ്റ്റർ ബംബിളിനെ തിരിഞ്ഞിട്ട് പറഞ്ഞു, ആൻഡ് ഇഫ് വി എവർ മീറ്റ് അഗെയിൻ, നമ്മൾ ഇനിയും എവിടെന്നെങ്കിലും കണ്ടുമുട്ടാനിടയായാൽ വി ഡോണ്ട് നോ ഈച്ച് അതർ, നമുക്ക് പരസ്പരം അറിയില്ല. ഡു യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ആസ് വെൽ? ഡു യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? അതും മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ എന്ന് ഒരു ഭീഷണിയും പെടുത്തിയിട്ടാണ് മോങ്സ് അവർ പിരിഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതിന് ബംബിൾ കൃത്യമായിട്ട് പെർഫെക്റ്റായിട്ട് മനസ്സിലായിട്ട് സെഡ് ദ റിലീവ് മിസ്റ്റർ ബംബിൾ. കാരണം ആകെ ടെൻഷനിലായിരുന്നു ബംബിൾ അല്ലേ. ഇരുണ്ട മുറി, ഒരു അടിയിൽ നിന്നൊരു പലക വലിച്ചപ്പോൾ അടി കൂടെ പുഴകി പോകണം. ഇയാളാണ് ഈ ഭീമാകാരത്തിലുള്ള മനുഷ്യനും. അപ്പോൾ സംഭവമൊക്കെ ഏതാണ്ട് ഒരു പിക്ചർ ക്ലിയർ ഓക്കെ. അപ്പോൾ ഉടനെ തന്നെ മിസ്റ്റർ ബംബിൾ പറഞ്ഞു പെർഫെക്റ്റ്ലി, കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. മൂവിങ് അവേ ഇൻ ടു ദ റെയിൻ ആൻഡ് പുള്ളിങ് ഹിസ് വൈഫ് വിത്ത് ഹിം. മൂവിങ് അവേ ഇൻ ടു ദ റെയിൻ, അതായത് മഴയിലേക്ക്, മഴ പെയ്തുകൊണ്ടിരിക്കപ്പുറത്ത്. മൂവിങ് അവേ ഇൻ ടു ദ റെയിൻ, മഴയിലേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ട്. ആൻഡ് പുള്ളിങ് ഹിസ് വൈഫ് വിത്ത് ഹിം, അയാളെ ഭാര്യയെ പിടിച്ച് വലിച്ച് മഴത്തേക്ക് ഇറങ്ങിപ്പോയി. അടുത്ത ചാപ്റ്റർ, നാൻസി മേക്സ് എ വിസിറ്റ്. നാൻസി ഒന്നുകൂടെ കാണുന്നു. ഓൺ ദ ഈവനിങ് ആഫ്റ്റർ ദ ബംബിൾസ് ലിറ്റിൽ ബിസിനസ് മീറ്റിംഗ്. ആ ദിവസം വൈകുന്നേരം ആഫ്റ്റർ ബംബിൾസ് ലിറ്റിൽ ബിസിനസ് മീറ്റിംഗ്, ബംബിളുടെ ചെറിയ ബിസിനസ് മീറ്റിങ്ങിന് ശേഷം മിസ്റ്റർ ബിൽ സൈക്സ്, ആ ഈവനിങ്ങിൽ ബിൽ സൈക്സ് വാക്കിംഗ് ഫ്രം a sleep called out to ask the time. Walking from the sleep, waking from the sleep, ഉറക്കത്തിൽ നിന്ന് ഉണർന്ന ശേഷം called out to ask the സമയം, called out അങ്ങനെ വിളിച്ചു ചോദിച്ചു the time, സമയം എന്താണെന്ന് വിളിച്ചു ചോദിച്ചു. The room he was lying in was very small and dirty. The room he was lying, അപ്പോൾ സൈക്സ് കിടന്നു. ദ റൂം ഹി വാസ് ലൈങ്, അയാൾ കിടക്കുന്ന റൂം, ഇറ്റ് വാസ് വെരി സ്മോൾ, വളരെ ചെറുതാണ്, ആൻഡ് ഡേർട്ടി, ചളി പിടിച്ചതാണ്. ഇറ്റ് വാസ് എ ഡിഫറെൻറ്റ് റൂം ഫ്രം ദ വൺ ഹി ഹാഡ് ഓക്കുപ്പൈഡ് ബിഫോർ. ഇറ്റ് വാസ് എ ഡിഫറെൻറ്റ് റൂം, അതൊരു വ്യത്യസ്തമായ റൂമായിരുന്നു. ഫ്രം ദ വൺ, അതായത് ഹി ഹാഡ് ഓക്കുപ്പൈഡ് ബിഫോർ, അയാൾ മുമ്പ് താമസിച്ചിരുന്ന വ്യത്യസ്തമായ റൂമായിരുന്നു അത്. ദ ചേഴ്സ്ഡി എക്സ്പെഡിഷൻ, ബിഫോർ ദ ചേഴ്സ്ഡി എക്സ്പെഡിഷൻ. അപ്പോൾ ഈ ചേഴ്സ്ഡി എക്സ്പെഡിഷൻ, അത് ആ കൊള്ളക്കുള്ള ശ്രമത്തിന് ശേഷം പുള്ളി റൂമൊക്കെ മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബട്ട് ഇറ്റ് വാസ് ഇൻ ദ സെയിം പുവർ പാർട്ട് ഓഫ് ലിങ്കൺ. ബട്ട് ഇറ്റ് വാസ് ഇൻ ദ സെയിം, അത് അവിടെ തന്നെയാണ്, സെയിം പുവർ പാർട്ട്, പാവപ്പെട്ട ലണ്ടൻ്റെ ഒരു തിരുവൂരാണ് അല്ലേ, ലണ്ടൻ. ദർ വർ സോ ഫ്യൂ പൊസിഷൻസ് ഓഫ് കംഫർട്ട്സ് ഇൻ ദ റൂം. There were so few possessions, അവിടെ വളരെ കുറച്ച് ജംഗമാവസ്ഥക്കാരായിരുന്നുള്ളൂ. ഓർ കംഫർട്ട്സ്, അല്ലെങ്കിൽ സുഖസൗകര്യങ്ങൾ, ഇൻ ദ റൂം, ആ റൂമിൽ. ദാറ്റ് ഇറ്റ് വാസ് ക്ലിയർ, അത് വ്യക്തമാക്കുന്നത് വെച്ചാൽ മിസ്റ്റർ സൈക്സ് ഹാഡ് മെറ്റ് ഹാർഡ് ടൈംസ്. സൈക്സ് ഹാഡ് മെറ്റ് ഹാർഡ് ടൈംസ്, ഇതുവരെയുള്ളവല്ല, കുറച്ച് കാഠിന്യമേറിയ സമയം അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് സൈക്സിന്. കാരണം പെട്ടെന്ന് റൂം മാറി, ചെറിയ റൂം ക്ലിയർ വൃത്തിയില്ല, മുമ്പത്തെ സുഖ സൗകര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ഹി ഹിംസെൽഫ് വാസ് തിൻ ആൻഡ് പെയിൽ. അയാളെ കാണുമ്പോൾ ഹി ഹിംസെൽഫ് വാസ് തിൻ, അയാളാകെ മെലിഞ്ഞിട്ടുണ്ട്. ആൻഡ് പെയിൽ, വളരെ വെളുത്തിട്ടുണ്ട്. ഫ്രം ഇൽനെസ്, അസുഖത്ത്. ആൻഡ് വാസ് ലൈങ് ഓൺ ദ ബെഡ്, അയാളങ്ങനെ ബെഡിൽ കിടക്കുക. വ്രാപ്ഡ് ഇൻ ആൻ, അങ്ങനെ പൊതിഞ്ഞുകൊണ്ട്, വ്രാപ്ഡ് ഇൻ ആൻ ഓൾഡ് കോട്ട്, ഒരു പഴയ കോട്ട്. The white dog lay on floor next to him. അപ്പോൾ സൈക്സിന് കൂടെ ഉണ്ടാകുന്ന ഒരു പട്ടിയുണ്ട്. ദ വൈറ്റ് ഡോഗ്, ആ വെള്ളപ്പട്ടി ലേ, അതിങ്ങനെ കിടക്കുകയാണ് ഓൺ ദ ഫ്ലോർ, തറയിൽ നെക്സ്റ്റ് ടു ഹിം, അയാളുടെ അടുത്ത്. സീറ്റഡ് ബൈ ദ വിൻഡോ വാസ് നാൻസി. അതിൻ്റെ അടുത്ത്
സീറ്റഡ് ബൈ ദ വിൻഡോ, ജനലിൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. ആര്? വാസ് നാൻസി ഇരിക്കുന്നുണ്ട്. റിപ്പയറിങ് സൈക്സ് ഓൾഡ് ജാക്കറ്റ്. അവളിങ്ങനെ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് റിപ്പയർ ചെയ്യാന്നല്ലേ അല്ലേ, എന്തെങ്കിലും കേടുവന്ന സാധനം റിപ്പയർ നേരാക്കുന്ന അല്ലേ. അപ്പോൾ സൈക്സിൻ്റെ ഓൾഡ് ജാക്കറ്റ് ഇങ്ങനെ നേരാക്കിക്കൊണ്ടിരിക്കാം. ഷീ ടു വാസ് തിൻ ആൻഡ് പെയിൽ. അവളും എന്താണ് തിൻ ആൻഡ് പെയിൽ, മെലിഞ്ഞിട്ടാണ്, ആൻഡ് പെയിൽ വിളറിയിട്ടുണ്ട്. അറ്റ് സൈക്സ് വോയിസ് ഷീ റൈസ് ഹെർ ഹെഡ് ഫ്രം ഹെർ വർക്ക്. അപ്പോൾ ഇങ്ങനെ സമയം എത്രയായി എന്നുള്ളത് സൈക്സ് വിളിച്ചു വെച്ചില്ലേ. അപ്പോൾ അറ്റ് സൈക്സ് വോയിസ്, സൈക്സിൻ്റെ വോയിസ് കേട്ട സമയത്ത് ഷീ റൈസ് ഹെർ ഹെഡ്, അവളുടെ തല ഉയർത്തി, ഫ്രം ഹെർ വർക്ക്, അവളുടെ ജോലിയിൽ നിന്ന്. നോട്ട് ലോങ് പാസ്റ്റ് 7, 7 മണിയുണ്ട്, 7 മണി കഴിഞ്ഞു. പാസ്റ്റ് 7 കഴിഞ്ഞു, 7:30 മണിയായിട്ടുണ്ട്. നോട്ട് ലോങ് പാസ്റ്റ് 7 മണി കഴിഞ്ഞിട്ടില്ല, 7 മണി കഴിഞ്ഞിട്ട് അധികമായിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഷീ സെഡ്, ഹൗ ഡു യു ഫീൽ നൗ ബിൽ? അപ്പോൾ ഹൗ ഡു യു ഫീൽ നൗ, ഇപ്പോൾ എങ്ങനെയുണ്ട് ബിൽ എന്ന് ചോദിച്ചു. ആസ് വീക്ക് ആസ് വാട്ടർ, ഹെൽപ്പ് മീ ഗെറ്റ് അപ്പ് വിൽ യു? ആസ് വീക്ക് ആസ് വാട്ടർ, ഞാൻ വെള്ളം പോലെ ആകെ വീക്കാണ്, ക്ഷീണിതനാണ്. അപ്പോൾ വെള്ളത്തിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒരു കട്ടിയുടെ സാധനമല്ലോ, അതുപോലെ വെള്ളം പോലെ ആയിട്ടുണ്ടെന്നാണ്. ഹെൽപ്പ് മീ ഗെറ്റ് അപ്പ്, എന്നെ സഹായിക്കിട്ട് ഗെറ്റ് അപ്പ്, എഴുന്നേൽക്കാൻ. വിൽ യു, നീ അത് ചെയ്യോ എന്നൊരു ചോദ്യം. ആസ് നാൻസി ഹെൽപ്ഡ് ഹിം ഔട്ട് ഓഫ് ബെഡ്, നാൻസി അയാളെ ബെഡിൽ നിന്ന് സഹായിക്കുന്ന സമയത്ത് സൈക്സ് swore and cursed at her clumsiness. സൈക്സ് ആണയിട്ടു ആൻഡ് കേഴ്സ്ഡ്, അവൾ ശപിച്ചു. അറ്റ് ഹെർ ക്ലംസിനെസ്, അവളുടെ ഒരു ക്ഷീണം പിടിച്ച അവസ്ഥ, ക്ലംസിനെസ്. ഇൽനെസ് ഹാഡ് നോട്ട് ഇംപ്രൂവ്ഡ് ഹിസ് ടെമ്പർ. അസുഖം പിടിച്ചിട്ടെന്താ? ഇൽനെസ് ഹാഡ് നെവർ ഇംപ്രൂവ്ഡ് ഹിസ് ടെമ്പർ. അവരുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം വന്നിട്ടില്ല. യു വുഡിൻറ്റ് സ്പീക്ക് ലൈക്ക് ദാറ്റ് ഇഫ് യു ന്യൂ ഹൗ കൈൻഡ്ലി ഐ ഹാവ് നേഴ്സ്ഡ് യു ദീസ് ലാസ്റ്റ് ഫ്യൂ ഡേയ്സ്. യു വുഡിൻറ്റ് സ്പീക്ക് ലൈക്ക് ദാറ്റ്. അപ്പോൾ ഒരു തരം എന്ത് ക്ഷീണം പിടിച്ച അവസ്ഥ വന്നപ്പോൾ ക്ഷമിക്കുകയും ഒക്കെ പറയുന്നത് കേട്ടപ്പോൾ നാൻസി പറഞ്ഞു, യു വുഡിൻറ്റ് സ്പീക്ക് ലൈക്ക് ദാറ്റ്, നിങ്ങൾ അങ്ങനെ സംസാരിക്കില്ല. ഇഫ് യു ന്യൂ, നിങ്ങൾ അറിയുമായിരുന്നെങ്കിൽ, ഹൗ കൈൻഡ്ലി, എത്ര ദയവോട് കൂടിയാണ് ഐ ഹാവ് നേഴ്സ്ഡ് യു ദീസ് ലാസ്റ്റ് ഫ്യൂ ഡേയ്സ്. ഐ ഹാവ് നേഴ്സ്ഡ്, നിങ്ങളെ ഞാൻ പരിചരിച്ചത് ദീസ് ലാസ്റ്റ് ഫ്യൂ ഡേയ്സ്, ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ. സെഡ് നാൻസി പറഞ്ഞു. സോ മെനി നൈറ്റ്സ്, ഒരുപാട് രാത്രികൾ, ഹാവ് ലുക്ക്ഡ് ആഫ്റ്റർ യു, ഞങ്ങൾ നിങ്ങളെ നോക്കിയിട്ടുണ്ട്, സംരക്ഷിച്ചിട്ടുണ്ട്. ഷീ സാറ്റ് ഡൗൺ ഇൻ എ ചെയർ എക്സോസ്റ്റഡ്. ഷീ സാറ്റ് ഡൗൺ എ ചെയർ, അവളൊരു കസേരയിൽ ഇരുന്നു. എക്സോസ്റ്റഡ്, അത് ഉള്ള എനർജിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സോസ്റ്റഡ് ആവും നമ്മൾ, ആകെ ക്ഷീണിത. അത് ബാറ്ററി തീർന്നു എന്ന് പറയുന്നതിനാണ് എക്സോസ്റ്റ്. അതുപോലത്തെ ചാർജ് തീർന്ന് അവൾ അങ്ങോട്ട് ഒരു കസേരയിലേക്ക് ഇരുന്നു. Get up, shouted Sykes. Get up, എഴുന്നേൽക്ക്, shouted Sykes ഒച്ചത്തിൽ വിളിച്ചത്. വാട്ട്സ് റോങ് വിത്ത് യു, നിനക്ക് എന്തിൻ്റെ കുഴപ്പമാണ്? ബട്ട് നാൻസി വാസ് അണേബിൾ ടു ഗെറ്റ് അപ്പ്. പക്ഷേ നാൻസി വാസ് അണേബിൾ ടു ഗെറ്റ് അപ്പ്, എഴുന്നേൽക്കാൻ കഴിയില്ലായിരുന്നു. ഹെർ ഹെഡ് ഫെൽ ബാക്ക് അഗെയിൻസ്റ്റ് ദ ചെയർ ആൻഡ് ഷീ ഫെയിൻറ്റഡ്. ഹെർ ഹെഡ്, അവളുടെ തല, ഫെൽ ബാക്ക് അഗെയിൻസ്റ്റ് ദ ചെയർ, കസേരക്കെതിരായിട്ട് അങ്ങോട്ട് വീണു. ആൻഡ് ഷീ ഫെയിൻറ്റഡ്, അവൾക്ക് ബോധരഹിതയായി. അപ്പോൾ അത്രയ്ക്കും ക്ഷീണമാണ്, ആരോഗ്യമില്ല, അസുഖമാണ്. അത് ചെറിയ എനർജി ഇങ്ങനെ നടക്കുകയാണ്. അതോടെ അവളുടെ ബാറ്ററി തീർന്നവളും ബോധരഹിതയായി. സൈക്സ് swore and cursed again. അത് കേട്ടപ്പോൾ സൈക്സ് swore, വീണ്ടും അയാളാണ്, ആൻഡ് cursed again, അവൾ വീണ്ടും ശപിച്ചു. ബട്ട് നാൻസി റിമെയിൻഡ് അൺകോൺഷ്യസ്. നാൻസി അപ്പുറം അബോധരഹിതയായിട്ട് കിടന്നു. വാട്ട്സ് ദ മാറ്റർ ഹിയർ, ആസ്ക്ഡ് എ വോയിസ് ഫ്രം ദ ഡോർ. വാട്ട്സ് ദ മാറ്റർ ഹിയർ, ഇവിടെ എന്താണ്? ആസ്ക്ഡ് എ വോയിസ്, ഒരു ശബ്ദം ചോദിച്ചു, ഫ്രം ദ ഡോർ, ഡോറിൻ്റെ ഭാഗത്ത് നിന്ന്. ആൻഡ് ഫാഗിൻ ഫോളോഡ് ബൈ ദ ആർട്ട്ഫുൾ ഡോഡ്ജർ. അപ്പോൾ ഫാഗിൻ കടന്നു വന്നു, ഫോളോഡ് ബൈ ദ ആർട്ട്ഫുൾ ഡോഡ്ജർ. കൂടെ ആരുണ്ട്? ആർട്ട്ഫുൾ ഡോഡ്ജർ, ആ പയ്യനുണ്ട്. ആൻഡ് ചാർലി ബേറ്റ്സ് ഉണ്ട്. എൻ്റർ ദ റൂം, റൂമിനകത്തേക്ക് കയറി. വെൻ ദേ സോ നാൻസി, അവർ നാൻസിയെ കണ്ടപ്പോൾ ദേ ഹറീഡ് ടു ഹെൽപ്പ് ഹർ. അവളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവർ കുറച്ച് ധൃതി കാണിച്ചു, അവർ തുനിഞ്ഞു. ചാർലി റബ്ഡ് ഹെർ ഹാൻഡ്സ്, ചാർലി അവളുടെ കൈകളിങ്ങനെ തിരുമ്മി. ആൻഡ് ദ ഡോഡ്ജർ ഗേവ് ഹെർ എ ഡ്രിങ്ക്
ജോർജ് ആൾക്ക് കൊടുത്തു, ഒരു വെള്ളം കുടിക്കാൻ കൊടുത്തു. ഫ്രം ദ ബോട്ടിൽ ഹി ക്യാരിഡ്, അയാളുടെ കയ്യിലുണ്ടായിരുന്നൊരു കുപ്പിയിൽ നിന്ന് കുറച്ച് വെള്ളം കുടിക്കാൻ കൊടുത്തു. ഗ്രാജുവലി നാൻസി റിക്കവേർഡ് ഹെർ സെൻസസ്. കുറച്ച് വെള്ളം കിട്ടിയപ്പോൾ സാവധാനത്തിൽ നാൻസി റിക്കവേർഡ് ഹെർ സെൻസസ്, അവളുടെ ബോധം അവൾക്ക് തിരിച്ചു വന്നു. സൈക്സ് ദെൻ ടേൺ ടു ഫാഗിൻ. അപ്പോൾ സൈക്സ് വന്നാണ്, അല്ല ഫാഗിൻ വന്നാണ്. അപ്പോൾ ബിൽ സൈക്സ് അപ്പോൾ ആ ഒരു കൊള്ളയ്ക്ക് ശേഷം ഒളിവിലാണ്. അപ്പോൾ ആ ഒളിവിലായിട്ടുള്ള ബിൽ സൈക്സിനെ കാണാൻ വേണ്ടിയിട്ട് ഫാഗിൻ വന്നതാണ്. കൂടെ 2 മറ്റേ പയ്യന്മാരിട്ടു. അപ്പോൾ സൈക്സ് ദെൻ, അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ സൈക്സ് ദെൻ ടേൺ ടു ഫാഗിനിലേക്ക് തിരിഞ്ഞു. വാട്ട് ആർ യു ഹിയർ ഫോർ? നീ എന്തിനാണ് ഇവിടെ വന്നത്? ഹി ആസ്ക്ഡ് റഫ്ലി. അയാൾ കുറച്ച് പരുഷമായ രീതിയിൽ ചോദിച്ചു. യു ഹാവൻ ബീൻ ഹിയർ ഫോർ വീക്സ്. ആഴ്ചകളായിട്ട് ഇവിടെ കാണാനില്ലല്ലോ. ഓൾ ദ ടൈം ഐ വാസ് ഇൽ. ഞാൻ ഈ അസുഖം പിടിച്ചിരുന്ന സമയത്തൊക്കെ ഐ ഹാവിൻ 2 coins to rub together. എൻ്റെ അടുത്ത് 2 നാണയത്തുട്ടകളില്ല ഇങ്ങനെ പരസ്പരം വരുത്താൻ. അതായത് 5 പൈസ ഇല്ലെന്ന് അർത്ഥം. വൈ ഡിഡ്ന്റ് യു ഹെൽപ്പ് മീ? നീ എന്തുകൊണ്ട് എന്നെ സഹായിക്കാത്തത്? യു ട്രീറ്റഡ് മീ വേഴ്സ് ദാൻ എ ഡോഗ്. നീ എന്നോട് കാണിച്ചത് വേഴ്സ് ദാൻ എ ഡോഗ്, ഒരു പട്ടിയേക്കാൾ മോശമായിട്ടാണ് നീ എന്നോട് പെരുമാറിയത്. ഡോണ്ട് ബി ബാഡ് ടെമ്പേർഡ് മൈ ഡിയർ. അപ്പോൾ ഫാഗിൻ പറഞ്ഞു, ഡോണ്ട് ബി ബാഡ് ടെമ്പേർഡ്. അങ്ങനെ ഒരു മോശമായ ഒരു ദേഷ്യത്തിലേക്ക്, ബാഡ് ടെമ്പർ മൂഡ് എന്നർത്ഥം. ബാഡ് ടെമ്പർ മോശമായ മൂഡിലേക്ക് പോകാതെ, മൈ ഡിയർ, എൻ്റെ പ്രിയപ്പെട്ടവനെ. നമ്മൾ ഈ മൈ ഡിയർ എന്ന് കേൾക്കുമ്പോൾ ഇവരുടെ ഇത് സ്ഥിരം ശൈലിയാണ് കേട്ടോ. ഓക്കെ. സെഡ് ഫാഗിൻ കാംലി. ഫാഗിൻ ശാന്തമായിട്ട് പറഞ്ഞു, ഐ ഹാവ് ഇറ്റ് ഫോർഗോട്ടൺ. ഞാൻ നിങ്ങൾ മറന്നിട്ടില്ല. യു ബിൽ, നിന്നെ ഞാൻ മറന്നിട്ടില്ല ബിൽ. വെൽ വാട്ട് അബൌട്ട് സം മണി ദെൻ? എങ്കിൽ വാട്ട് അബൌട്ട് സം മണി, എന്താണ് കുറച്ച് പൈസയെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഐ ഹാവ് ഡൺ ഇനഫ് വർക്ക് ഫോർ യു. ഞാൻ നിനക്ക് ആവശ്യത്തിന് ജോലി ചെയ്തിട്ടുണ്ട് റീസെൻ്റ്ലി, അതും ഈടായിട്ട്. വാട്ട് അബൌട്ട് സം മണി, എന്താണ് കുറച്ച് പൈസയെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഐ ഹാവ് എ സിംഗിൾ കോയിൻ വിത്ത് മീ മൈ ഡിയർ സെഡ് ഫാഗിൻ. ഐ ഹാവ് എ സിംഗിൾ കോയിൻ, എൻ്റെ അടുത്ത് ഒരു നാണയം പോലുമില്ല. വിത്ത് മീ, എൻ്റെ കൂടെ, മൈ ഡിയർ, പ്രിയപ്പെട്ടവൻ സെഡ് ഫാഗിൻ. അപ്പോൾ ഇവർ സുഖാന്വേഷണത്തിന് വേണ്ടി വന്നതാണ്. അപ്പോൾ മറ്റാൾക്ക് പൈസ വേണം, പൈസ ചോദിച്ചു. ഇത് നേരത്തെ മനസ്സിലാക്കിയിട്ടാവും ഫാഗിൻ 5 പൈസ എടുക്കാണ്ട് പോകുന്നുള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ല. അപ്പോൾ എന്തെങ്കിലും സംഭവിക്കാം എന്നുള്ള നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം. ഓക്കെ, താങ്ക് യു, ബൈ.